വചന ഗുരുകുലം വചന ഗുരുകുലം. വചനം വചനം സദ്ഗുരുവേശു വചനം 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 സപ്തസ്വരരാഗവചനം വചനം വചനം സദ്ഗുരുവേശു വചനം. എല്ലാ കൂട്ടുകാർക്കും വചന ഗുരുകുലത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും ഒരു കടങ്കഥയിലൂടെ നമുക്ക് തുടങ്ങിയാലോ? കുടിൽ തൊട്ട് കൊട്ടാരം വരെ പ്രവേശനം, പക്ഷേ സ്വാതന്ത്ര്യം കൂടിയാലും കുഴപ്പം, കുറവായാലും കുഴപ്പം. എന്താ, ചിലർക്കൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ ഒന്നുകൂടി പറയാം. കുടിൽ തൊട്ട് കൊട്ടാരം വരെ പ്രവേശനം, പക്ഷേ സ്വാതന്ത്ര്യം കൂടിയാലും കുഴപ്പം, കുറവായാലും കുഴപ്പം. മനസ്സിലായോ? യെസ്, ഉപ്പ്, സോൾട്ട്. യേശുനാഥൻ പലപ്പോഴും ഉപ്പിനെ കുറിച്ച് പറയുന്നത് നാം സുവിശേഷത്തില് വായിച്ചിട്ടുണ്ട്. And Jesus tells us to be the salt of the world and to be an element of taste to others. So കൂട്ടുകാരെ, what are the peculiar things that we often observe in the Bible? Commands to obey, truth to believe, promises to claim, and examples to follow. So today we have received some videos and audios put forth by you. So let's see what those questions are and the answers to the same. So നമുക്ക് ആദ്യം വീഡിയോ കാണാം. ഞാൻ ആനന്ദ്. ഞാൻ ഈ ഹോളിഡേയ്സിൽ ബൈബിൾ ബേസ് ചെയ്ത് ഒരു ഡ്രാമ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ ഈ ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എനിക്ക് വളരെയായിട്ട് ഇഷ്ടമായി. അതിൽ ഒരു ശതാധിപൻ തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി യേശുവിനെ സമീപിക്കുന്നതും ശതാധിപന്റെ വിശ്വാസത്തിൽ യേശു സംപ്രീതനാകുന്നതാണ് കാണിക്കുന്നത്. ഏതാണ്ട് ഇതുപോലത്തെ ഒരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിലും കാണിക്കുന്നുണ്ട്. അതിലൊരു ജനസേവകന്റെ മകനെ യേശു സുഖപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. ഈ 2 ഇൻസിഡന്റിലും കഫർനാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു സംശയം, ഈ 2 ഇൻസിഡന്റും ഒന്ന് തന്നെയാണോ എന്നാണ്. എനിക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്തു തരണം. Yes, Anand, Centurion's story, wherever you read, it is the same. Say the word, and my servant shall be healed. Look at the great faith of the centurion. And your story must be focused on this great faith of the centurion. Faith is like a switch. It is either on or off. In your life, have you found anyone somewhat having the similar faith of the centurion? If so, then you have found your hero. A person with authority, be it be a teacher, your parents, your friends, your doctor, a politician, anybody. If you have found faith like the centurion, then you are able to concentrate your story. Look for someone who had surprised you with his or her faith, or else you can straightforward start a story as that is depicted in the gospel. The story develops in Capernaum. Jesus is there, the centurion is there, his friends are there, his soldiers are there, his sick servant is there, Jesus' disciples are there. You can straight away settle a drama with this given plot. Whatever may be, here you have an exceptional believer. Not even in all of Israel, Jesus had found such a faith. Great faith is fully convinced of the difficult promises, and the little faith just opposite. It is always switched off. Okay, Anand. I hope you will follow the instructions given to you. So next is a video. കാണാം. ഞാനാ മിറ. യേശു പൊതുവെ ഉപമകളിൽ കൂടെയാണ് സംസാരിക്കാറുള്ളത്. അതെ, യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പോയി. അവൻ വിത്ത് വിതച്ചപ്പോൾ കുറെ വിത്തുകൾ വഴിയരികിൽ വീണു.
അത് പക്ഷികൾ വന്നു തിന്നു. ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു, ചിലത് മുൾച്ചെടികളുടെ ഇടയിൽ വീണു, ചില വിത്തുകൾ നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇതിലെ ഏറ്റവും ക്യാച്ചിങ് ആയ പോയിന്റ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഈ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതെല്ലാം ഞാൻ അവതരിപ്പിച്ചത് ഒരു ഡാൻസ് കളിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്. തീർച്ചയായിട്ടും എന്നെ സഹായിക്കണം. Yes, Meera. You want to make a song on the parable of the sower. And I tell you, this can be a very, very sad story or a song. But certainly it can end up in happiness. It's a sacrificial message. When the seed started its journey from the house of the farmer, it wasn't alone. It had its family members along with it. But as the farmer moved far and far, the seed got separated from its own dear and near ones. Many friends got lost on the roadside, and some others got lost in between the rocky lands. Some got crushed between the thorny land. And as the farmer moved further, the heroine, the seed, got all the more lonely. It was left alone. And finally, when the farmer threw the seed into the good land, the beautiful seed could not imagine herself in the dirty, dark mud. It was very painful isolation for the seed to be buried over there. It cries out, but no one answers. Days passed. The seed slowly began to die. It struggles for breath, and slowly, without its own knowledge, there begins to sprout the tiny green, and it grows and grows day by day. The seed realizes that death is not an end in itself, but a beginning. It rejoices over the new life. It can't stop thanking the sower, The ultimate life giver. ഓ മീരക്കുട്ടി, നല്ലൊരു ഡാൻസ് ക്രിയേറ്റ് ചെയ്യൂ. സോ നെക്സ്റ്റ് ഇസ് എ വീഡിയോ. ഞാൻ ഈതൻ ജോസഫ്. ഞാനേ ഈ ചിത്രം വരച്ചു. ഈ ചിത്രത്തിൽ യേശു കുഞ്ഞു കുട്ടികളെ അനുഗ്രഹിക്കുന്നു. ഞാൻ ഈ ചിത്രം വരച്ചത് എന്റെ ഫേവറേറ്റ് ബൈബിൾ വേഴ്സിന്നാണ്. അത് മാർക്ക് ചാപ്റ്റർ 10 verses 13 to 16. People were bringing the little children to him in order that he might touch them, and the disciples spoke sternly to them. But when Jesus saw this, he was indignant, and he said to them, "Let the little children come to me." ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബൈബിൾ വാചകം. ഇതിൽ തന്നെയാണ് ഞാൻ എൻ്റെ ചിത്രം വരച്ചേക്കുന്നത്. എനിക്ക് ഈ ചിത്രം കുറച്ചും കൂടെ നല്ലതായി വരയ്ക്കണമെന്നുണ്ട്. പിന്നെ ഈ ചിത്രം ഒരു നാടകമായി അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ എനിക്കിനി സന്തോഷം ഉണ്ടാകും. താങ്ക് യു. ഈത്തന്റെ ചിത്രരചന വളരെ നന്നായിരിക്കുന്നു. എന്തുകൊണ്ടൊരു മൾട്ടി പേജ് ചിത്രരചന നടത്തിക്കൂടാ? ജീസസ് പ്ലേയിങ് വിത്ത് ദ ചിൽഡ്രൻ, ജീസസ് ഡാൻസിങ് വിത്ത് ദ ചിൽഡ്രൻ, ജീസസ് ടീച്ചിങ് ദ ചിൽഡ്രൻ, സംടൈംസ് ജീസസ് സ്കോൾഡിങ് ദ ചിൽഡ്രൻ. കൂടാതെ ഇതിനെ ഇതിവൃത്തം വെച്ച് ഒരു കഥ കൂടി എഴുതിയാൽ കൊള്ളാമെന്ന് ഈത്തിന് തോന്നുന്നുണ്ടല്ലേ? Imagine yourself as one of those kids who were blessed by Jesus. Imagine you are at home and people are running towards the city side. They heard something unusual is happening and you too wanted to go, but your parents are not allowing you to go. Then you asked your parents what might be happening, why people are running. They answered, Jesus of Nazareth, he is condemned to death and he will be crucified soon. Then you feel all the more sad and then you tell the parents, do you remember the day Jesus blessed me? The day he blessed me, from that day onwards, I am a different person. I am able to study well. I am able to respect you well. I am able to respect the elders well. I am doing my works better. I just want to see what is happening to him. But they don't allow you to go. You finally wait at the roadside and you see some of your companions are returning back of your own age. They were also among those kids whom Jesus blessed. And when they come closer, you ask, what happened to Jesus? Did they crucify him? And what would be his answer? Imagine it then, those dialogues. You will be able to make a good story. ഈതൻ നന്നായിട്ടുണ്ട്. Let the creativity continue.
അടുത്തത് ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഹലോ, ഞാൻ ആനഗസ്റ്റിനാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് വേഴ്സ് ഉണ്ട്. അതിന് ബേസ്ഡ് ഓൺ എനിക്ക് ആക്ച്വലി ഒരു പോയം എഴുതണം. പോയത്തിൻ്റെ ടൈറ്റിൽ ദ ലാമ്പ് ആണ്. വേഴ്സ് ഞാനിപ്പോൾ പറയാം. മാത്യു ചാപ്റ്റർ 6 verses 22 to 23. The eye is the lamp of the body. If your eye is healthy, then your full body is full of light. But if your eye is unhealthy, then your whole body will be full of darkness. എനിക്ക് ഈ പോയം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറച്ച് ഐഡിയ ഉണ്ട്, പക്ഷെ അത് ഫ്രെയിം ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് ഗൈഡ് ചെയ്യും. താങ്ക് യു. Yes, Anne Augustine. What emphasis on good eye Jesus gives here, not seeing well, but the eye that perceive well. It is what we perceive makes the difference between godliness and ungodliness. So to say, between light and darkness. Bad eyes leads to bad perception. But if the eyes are good, the whole person will be illuminated. If you are in a lighted room, you can see everything clearly and get across the obstacles and locate what you are looking for. But walking in darkness results in stumbling and falling. Yes, and now you have the plot ready. You want to write a poem on the lamp. Either you can imagine yourself as the lamp, which will in turn lead people onto truthfulness. Or else you can write a poem keeping Jesus as the lamp of the world. And let that divine light take possession of your life. ദീപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് 2 ലൈൻ കടന്നു വരികയാണ്. ഞാനൊരു ദീപമായിരുന്നെങ്കിൽ യേശുവിൻ കൈവിളക്കായി ജ്വലിക്കും. Aha, Anne Augustine, I'm waiting to see your poem about the lamp. Next is a video. ഹായ്, ഞാൻ ബ്ലേസ് ജോസഫ് ആണ്. ഇത്തവണ വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കുറേ ചിത്രങ്ങൾ വരയ്ക്കുകയും പെയിന്റിംഗ് ഒക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്കിടെ ബൈബിൾ വായിച്ചപ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ദ പാരന്റ് ഓഫ് ദ ലോസ്റ്റ് ഷീപ്പ് എനിക്ക് കിട്ടി. അതിലെ 4-ാം വാക്യം എനിക്ക് വളരെ ഇഷ്ടമായി. അതിതാണ്: Which one of you, having 100 sheep and losing one of them, does not leave the 99 in the wilderness and go after that lost one until he finds it? അതിനെ ബേസ് ചെയ്ത് ഞാനൊരു ചിത്രം വരച്ചായിരുന്നു. ഇതാണ് ആ ചിത്രം. പക്ഷേ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കാൻ ഉള്ള സജഷൻസ് ഒക്കെ എന്നോടൊന്ന് പറഞ്ഞു തരാമോ? ബ്ലേസ്, കാണാതായ ആടിനെ കുറിച്ച് രചിച്ച ചിത്രം കണ്ടു. നന്നായിരിക്കുന്നു. ഒരു കഥ കൂടി എഴുതിയാൽ കൊള്ളാമെന്നുണ്ടല്ലേ? Blaze, you know the greatest joy of getting a thing is just before you get it, and again when you lose it and get it back. Have a list of the things that you had lost and found for the last few months. Let your imagination develop from the point of view of the lost sheep. A self-realization, a backward journey. The sheep that was lost was really lost. It was trying very many ways how to get back home. It is somewhat like the prodigal son's story. So an inner desire of the lost sheep has to be developed in your script or in your painting or in your imagination. Or else, Blaze, you imagine the story from the point of view of the good shepherd, the compassionate seeker, the shameless father. Blaze, you began it really well. So I'm waiting for its completion. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. Psalm chapter 119 verses 105. Thy word is a lamp unto my feet and a light unto my path. Thy word is a lamp unto my feet and a light unto my path. ഈ സങ്കീർത്തനത്തിന്റെ മധുരമയിൽ നമുക്ക് പിരിയാം. ഓക്കെ കുട്ടീസ്, അപ്പോൾ നാളെ കാണാം. Until then, take care. Bye.
ഗുരുകുലം വചന ഗുരുകുലം വചന ഗുരുകുലം